നമുക്ക് നമ്മൾ പിസ്റ്റൺ പുറത്തേക്ക് എടുത്തിട്ട് അത് തിരിച്ച് തുറന്നിട്ട് നമ്മൾ തിരിച്ചിടുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പിസ്റ്റണിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതുമാതിരിയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോൾ ക്ലീനായി കിട്ടി. ആ ഗ്രൂവ് നോക്കിയിട്ടാണ് നമ്മൾ നീളം കൂടി ഗ്രൂവ് ഓ അത് കൂടുതലായിരിക്കും അല്ലേ? ഇത് കാറിനകത്തൊരു പിന്നുണ്ട്, അവിടെ ശരിയായിട്ട് ഇറക്കണ്ട. ഇത് സ്ലോ സ്പീഡ് വശമാണ്. ഓ കട്ടിങ് ചെറുത്. അപ്പോൾ ചെറിയ കട്ടിങ്ങും ഉണ്ട്, മുകളിലത്തെ ചെറിയ നീളത്തിലുള്ള ഒരു വരയുണ്ട്. അപ്പോൾ അതനുസരിച്ച് തന്നെ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് സ്യൂട്ടബിളായിട്ട് അതിനകത്ത് കയറിയിരുന്നുള്ളൂ. അങ്ങനെയാണ് അത് തിരിച്ച് നമ്മളിടേണ്ടത്. ഇനി തിരിച്ചിടുമ്പോൾ ശ്രദ്ധിച്ച് നോക്കട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിടുമ്പോൾ ലെഫ്റ്റ് സൈഡ് നീളം കൂടി ഗ്രൂവ്, ലെഫ്റ്റ് സൈഡിലേക്ക് നീളം കൂടിയ ഗ്രൂവ് വേണം. റൈറ്റ് സൈഡിൽ കുറച്ച് വീതി കുറഞ്ഞ് നീളം കുറഞ്ഞത് വീതി ഒഴിയത് റൈറ്റ് സൈഡിലും അങ്ങനെയാണ് ഇടേണ്ടത്. അപ്പോഴേ കറക്റ്റായിട്ട് കയറാൻ പറ്റുള്ളൂ. ഇനി അത് ഇടുകയാണ് ഇപ്പോൾ ചെയ്യണത്. കാണാൻ പറ്റുമോ? കാണാം. ഇങ്ങനെ ചെറുതായിട്ട് തിരിച്ച് ആ ഗ്രൂവിൽ കറക്റ്റ് ആകുമ്പോൾ ഫ്രീ ആയിട്ട് അതിനകത്തേക്ക് കയറിപ്പോയിക്കോളും. അങ്ങനെയാണ് അത് ഇടേണ്ടത്. അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്പ്രിങ് എല്ലാം കറക്റ്റായി. ഇപ്പോൾ നമ്മളുടെ ആക്സിലേറ്ററും അതുപോലെ തന്നെ കണക്റ്റഡ് ആക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സ്പ്രിങ് ഇട്ടിരിക്കുന്നത് ആക്സിലേറ്ററിന് ടെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സ്പ്രിങ്ങും വർക്ക് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ നമ്മളുടെ കംപ്ലീറ്റ് പ്രശ്നങ്ങളെല്ലാം മാറി കിട്ടി. അങ്ങനെയാണ് നമ്മളിത് ക്ലീൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ റിപ്പയർ ചെയ്യുന്നത്. ഇതെല്ലാവരും അറിഞ്ഞിരിക്കുന്നതിന് അവരുടെ കയ്യിൽ ഇപ്പോൾ ടൂൾ ബോക്സിൽ നമ്മൾക്ക് ഒരു ചെറിയൊരു അമരിപ്പേപ്പർ മാത്രം മേടിച്ച് വെച്ചാൽ കൊണ്ടുവരുന്നാൽ മതി. അപ്പോൾ അതെടുത്ത് ക്ലീൻ ചെയ്യാനും പറ്റും. എവിടെയെങ്കിലും വെച്ച് പിള്ളേർ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് നിസ്സാരമായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. പിസ്റ്റൺ തുറക്കുന്നതിന് ഓയിൽ കോട്ടൺ വേസ്റ്റിൽ മുക്കിയിട്ട് ഓയിലിൽ മുക്കിയിട്ട് അതുകൊണ്ട് തുടച്ച് കഴിഞ്ഞാലും ശരിയാവും. ഇതാണ് പുള്ളിയുടെ വർക്ക്ഷോപ്പ്. CBI റോട്ടിലാണ് പുള്ളിയുടെ വർക്ക്ഷോപ്പുള്ളത്. ബുള്ളറ്റ് മാത്രമാണ് പുള്ളി മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒരു 40-45 കൊല്ലത്തെ പരിചയമുണ്ട് പുള്ളിക്ക് ഇതിനകത്തായിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ നമ്പർ വേറെ അയച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ പുള്ളിയുടെ അടുത്ത് വന്നാൽ മതി. ഇനി അടുത്ത എപ്പിസോഡിൽ ഞാനിപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡിലാണ്. അപ്പോഴത്തെ എപ്പിസോഡിൽ ഞാൻ വേറെയും ചില കംപ്ലയിൻറ്റുകളൊക്കെ എങ്ങനെ റെക്ടിഫൈ ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. ശരി, താങ്ക് യു, ബൈ.